അങ്ങനെ ബിഗ് ബോസിലെ അഗ്നിപരീക്ഷ ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും നക്ഷത്ര വ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും കാണാൻ തുടങ്ങിയോ അഗ്നിപരീക്ഷ? അപ്പോൾ ഹോട്ട്സ്റ്റാറിൽ 12 മണിക്ക് വരും എന്ന് പറഞ്ഞിട്ട് 12:45 കഴിഞ്ഞാണ് എപ്പിസോഡ് വന്നത്. അഗ്നിപരീക്ഷ എന്ന് പറയുന്നത് കോമണേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന ഒരു സംഭവമാണ്. 40 പേരാണ് ഇപ്പോൾ ഉള്ളത്. അവർ കോമണേഴ്സ് ആണെന്നാണ് പറയുന്നത്. പക്ഷെ കണ്ടാൽ കോമണേഴ്സ് ആണെന്നൊന്നും പറയില്ല. അവരെയൊക്കെ കുറച്ച് പേരെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതുപോലെയുണ്ട്. പിന്നെ അഗ്നിപരീക്ഷയുടെ ആങ്കറായിട്ട് വന്നിട്ടുള്ളത് റനീഷയാണ്. പിന്നെ നമ്മുടെ ജഡ്ജസിനെ അറിയാമല്ലോ, റിയാസ്, രഞ്ജിനി ഹരിദാസ്, അഖിൽ മാരാർ, ഇവരൊക്കെയാണ് ജഡ്ജസ്. മിക്കവാറും ഈ ജഡ്ജസൊക്കെ തമ്മിൽ ഒരടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം രഞ്ജിനിക്ക് ഈ റിയാസിനോട് ഒരു ചായ്വുണ്ട്. ആദ്യം റനീഷ ജഡ്ജസിനെയെല്ലാം സ്റ്റേജിലേക്ക് വിളിക്കും. ആദ്യം റിയാസാണ് വന്നത്, പിന്നെ അഖിൽ, പിന്നെ രഞ്ജിനി. അവർ വന്നതിന് ശേഷം 40 കോമണേഴ്സിനെ വിളിക്കും. 20 പേരെ ഇവർക്ക് ആദ്യം സെലക്ട് ചെയ്യണം. അതിനുവേണ്ടി ഒരു ടാസ്ക് കൊടുക്കും. അതായത് കുറേ താക്കോലുകൾ അവിടെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. ആ താക്കോലിനകത്ത് ഒരു ക്ലൂ ഉണ്ട്. അതിനപ്പുറത്ത് ഒരു ഗ്രില്ലുണ്ട്. അവിടെ പൂട്ടുണ്ട്. ആ പൂട്ടിനകത്ത് ആൻസറുണ്ട്. അവർ ആ താക്കോല് പറിക്കണം. അതിനകത്ത് ഒരു ചോദ്യം കിട്ടും. ആ ചോദ്യം കൊണ്ട് അവിടെ പോയിട്ട് ആ ചോദ്യത്തിന് ആൻസർ ഏത് പൂട്ടിലാണോ അത് തുറന്നു കഴിഞ്ഞാൽ അവർക്ക് ആ 2 കാർഡും കിട്ടും. ആ 2 കാർഡുമായിട്ട് പോയി അവിടെ നിൽക്കാം. അങ്ങനെ ആദ്യം 20 പേരെ ഈ 40 പേരിൽ നിന്ന് സെലക്ട് ചെയ്യണം. അങ്ങനെ ഒരു 19 പേര് കയറി. ഒരാൾ മാത്രം കയറിയില്ല. ആ കുട്ടിയുടെ പേര് പൂജ എന്നാണ്. ആ കുട്ടി പൂട്ട് തുറക്കാൻ നോക്കിയിട്ട് തുറക്കാൻ പറ്റുന്നില്ല. പൂജയുടെ കയ്യിൽ ക്ലൂ ഇരിപ്പുണ്ട്, താക്കോലുമുണ്ട്. പക്ഷെ തുറക്കാൻ പറ്റുന്നില്ല. പക്ഷെ തുറക്കാൻ പറ്റാതെ വന്നപ്പോൾ പൂജയുടെ അടുത്ത് നിന്ന പയ്യൻ പറഞ്ഞു അവൻ തുറന്നു തരാമെന്ന്. എന്നിട്ട് അവൻ തുറക്കാൻ നോക്കി. പക്ഷെ അവൻ ശ്രമിച്ചിട്ടും അവൻ നോക്കിയിട്ടും തുറക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും അടിയായി. എൻ്റെ താക്കോല്, എൻ്റെ ക്ലൂ ആണ്, അവൻ തട്ടിയെടുത്തു എന്ന് പറഞ്ഞായിരുന്നു അടി. അങ്ങനെ പൂജ ഞാൻ ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിത് തുറക്കുമെന്ന് പറഞ്ഞ് പൂട്ട് തുറക്കാൻ നോക്കി. പക്ഷേ പൂട്ട് തുറക്കാൻ പറ്റിയില്ല. പൂട്ടെന്തോ ജാമായി പോയതാണ്. അങ്ങനെ എന്തായാലും അവസാനം റനീഷ ഇടപെട്ടു. താക്കോലും കാർഡും ആ കുട്ടിയുടെ കയ്യിലായതുകൊണ്ട് പൂജയെ സെലക്ട് ചെയ്തു. പിന്നെ കുറച്ച് കരച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു. മറ്റേ 19 പേരുടെ കൂടെ വിടുകയും ചെയ്തു. പിന്നെ ആദ്യം സെലക്ട് ആവാത്ത 20 പേരെ അവർ മാറ്റിയങ്ങ് നിർത്തി. പിന്നെ അവരെല്ലാം മെയിൻ ഫ്ലോറിലേക്ക് വന്നു. ഫ്ലോറിൽ വന്നിട്ട് ജഡ്ജസിനോട് ഇൻട്രാക്റ്റ് ചെയ്തു. അവരെ എല്ലാം പരിചയപ്പെടുത്തി. എന്നിട്ട് പൂജ വന്നിട്ട് പറയുന്നു, എനിക്ക് ഇതിനകത്ത് നിന്ന് ഒരു കാര്യം മനസ്സിലായി, ഒരുത്തനെയും വിശ്വസിക്കാൻ പാടില്ല എന്ന്. ഇതിന് ശേഷമാണ് ഒരു മാല പരിചയപ്പെടുത്തുന്നത്. ജയിക്കുന്നവർക്ക് ഈ മാല ഇട്ടുകൊടുക്കും. ഈ മാലയ്ക്ക് എന്തോ പവർ ഉണ്ടെന്നാണ് പറയുന്നത്. പവർ എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇതിന് ശേഷമാണ് ഈ 3 ജഡ്ജസുമാർ ഇരുന്ന് 3 ടീമിനെ വിളിച്ചത്. അവർക്ക് 3 ടീമിനെ തിരഞ്ഞെടുക്കാം. അവർക്കിഷ്ടമുള്ള ആളുകളെ വീതം വെച്ച് അവർക്ക് തിരഞ്ഞെടുക്കാം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ടീമിനെ സെലക്ട് ചെയ്യാൻ അഖിൽ മാരാർ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് ടീമിനെ സെലക്ട് ചെയ്തത്. അഖിൽ മാരാർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് എല്ലാം ആൻസർ പറയുന്നത് ആണുങ്ങളാണ്. അങ്ങനെ അഖിൽ മാരാരുടെ ടീമിനെ നോക്കുമ്പോൾ മൊത്തം ആണുങ്ങൾ. പെണ്ണുങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഒരു പെണ്ണിനെ കൂടി അതിൽ പിടിച്ചിടുകയാണ് ചെയ്തത്. രഞ്ജിനി വിളിക്കുന്ന ടീം മൊത്തം ഗേൾസ്. രഞ്ജിനി അത് മനഃപൂർവ്വം വിളിച്ചതാണ്. പിന്നെ റിയാസിൻ്റെ ടീമിനെ സെലക്ട് ചെയ്തതാണ് രസം.
റിയാസ് വിളിച്ചതിൻ്റെ മാനദണ്ഡം മുടിയുടെ കളറ്, സ്കിന്നിൻ്റെ കളറ് ഇതൊക്കെ നോക്കിയാണ് അവൻ വിളിച്ചത്. ആണുങ്ങളുമുണ്ട് പെണ്ണുങ്ങളുമുണ്ട് അവൻ്റെ ടീമിൽ. ഒരുപാട് മോഡൽസുണ്ട്. അതുപോലെ RJയും. ഇവരൊക്കെ കോമണേഴ്സാണോ? കോമണേഴ്സ് ആവുമോ ഈ RJയൊക്കെ? എന്തോ കോമണേഴ്സ് എന്ന് പറയുന്നത് സാധാരണക്കാരെയല്ലേ, ഇവരൊക്കെ എങ്ങനെ കോമണേഴ്സ് ആവും? അറിയത്തില്ല. എന്തായാലും അവരുടെ ക്രൈറ്റീരിയ എന്താണ് എന്ന് നമുക്കറിയില്ലല്ലോ. അങ്ങനെ അവർക്ക് ഗെയിം കൊടുക്കാൻ പോവുകയാണ്. ആദ്യം റിയാസിൻ്റെ ആളുകളാണ് വന്നത്. അവർക്ക് കപ്പുകൾ അടുക്കി വെക്കുന്ന ഗെയിമാണ് കൊടുത്തത്. അതായത് കപ്പുകൾ മറിഞ്ഞു വീഴാതെ ഒരു സ്കെയിൽ പോലുണ്ട്, അതിൻ്റെ പുറത്ത് അടുക്കി വെക്കണം, അത് മറിഞ്ഞു വീഴാൻ പാടില്ല. അങ്ങനെ അതിൽ ആദ്യം വിജയിച്ചത് പ്രണവാണ്. അങ്ങനെ പ്രണവിന് ആ മാലയങ്ങ് ഇട്ട് കൊടുത്തു. ബാക്കി ഉള്ളവരെ ഔട്ട് ഹൗസ്, അതായത് ഈ ഡേഞ്ചർ സോൺ ഉണ്ടല്ലോ, അതുപോലെ സെറ്റപ്പിലേക്ക് മാറ്റി. അടുത്തത് രഞ്ജിനിയുടെ ടീമാണ് മത്സരിക്കുന്നത്. അതിൽ രഞ്ജിനിയുടെ ടീമിലെ ഒരു അന്ന എന്ന് പറഞ്ഞൊരു പെൺകുട്ടി വന്നു. ആ പെൺകുട്ടിയോട് ചോദിച്ചു ബിഗ് ബോസിലെ ഏറ്റവും ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആരായിരുന്നു എന്ന്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു രഞ്ജിനി ഹരിദാസ് ആണെന്ന്. പക്ഷേ എഴുതി കൊടുത്ത ഫോമിനകത്ത് പേളിമണിയുടെ പേരാണ് എഴുതിയിരിക്കുന്നത്. അത് രഞ്ജിനി വായിക്കുമെന്ന് ആ കുട്ടി അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. രഞ്ജിനി അത് പറഞ്ഞപ്പോൾ ആ കുട്ടിയാകെ ചമ്മി നാറിപ്പോയി. ആദ്യം തന്നെ കള്ളത്തരം വന്ന് കയറുന്നതിന് മുമ്പ് തന്നെ ഉഡായിപ്പങ്ങ് തുടങ്ങി. പിന്നെ ഇവർക്ക് കൊടുത്ത ഗെയിം എന്ന് പറയുന്നത് കുളങ്കര ഗെയിമാണ്. അതിൽ ജയിച്ചത് പാർവതിയാണ്. പിന്നെ വന്നത് അഖിൽമാരാരുടെ ടീമാണ്. അവർക്ക് കൊടുക്കുന്ന ഗെയിം ബോൾ കുതിപ്പിച്ച് ഗ്ലാസ്സിനകത്തിടുക എന്ന സംഭവം. അതിൽ ജയിച്ചത് ഷിജിനാണ്. അങ്ങനെ 3 പേർക്കും മാലയും ബാക്കിയുള്ളവർ ഔട്ട് ഹൗസിലുമായി. ഇനി ആദ്യം ആകാതെ പോയവരുണ്ടല്ലോ, ആ 20 പേര്, അവരെ അടുത്ത എപ്പിസോഡിൽ കാണിക്കുമായിരിക്കും. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് എപ്പിസോഡ് അത്ര പോരായിരുന്നു. LKG പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കുന്ന ഗെയിം പോലെ ഉണ്ടായിരുന്നു. ഇവർക്കൊക്കെ ബിഗ് ബോസ് ലെവൽ ഗെയിം കൊടുത്തുകൂടായോ? സത്യം പറഞ്ഞാൽ ആ ജഡ്ജസിൻ്റെ ആവശ്യമൊന്നും അവിടെ ഇല്ല. റെനീഷ അതൊക്കെ നല്ലതുപോലെ കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കുളങ്കര ഗെയിമൊക്കെ, ഇതിൻ്റെയൊക്കെ ആവശ്യം എന്തുവായിരുന്നു? ഇതിനെക്കാട്ടി എത്രയോ നല്ല ഗെയിമുകളുണ്ട് ബിഗ് ബോസിനകത്ത്. ഇതൊക്കെയാണ് ഒരു അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഗെയിം. പേരിൽ മാത്രമേ ഉള്ളൂ അഗ്നിപരീക്ഷ എന്ന്. പക്ഷേ ഗെയിമിനകത്ത് ഈ അഗ്നിപരീക്ഷയൊന്നും കാണുന്നില്ല. എന്തായാലും ജഡ്ജസൊക്കെ തമ്മിൽ പരസ്പര അടി ഉണ്ടാവാനുള്ള നല്ല സാധ്യതയുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതുപോലെ കൗണ്ടർ അടിക്കുന്നുണ്ട്. അവസാനം അഖിൽമാരാരെ ഇലക്ഷനിൽ നിന്ന് തോറ്റതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് നല്ലതുപോലെ കളിയാക്കുന്നുണ്ട്. എപ്പോഴാണോ ഇനി അടി പൊട്ടുന്നതെന്ന് അറിയാൻ വയ്യ. ഇന്നത്തെ എപ്പിസോഡിനകത്ത് അത് പ്രൊമോ കാണിച്ചിട്ടുണ്ട്. നല്ല പ്രൊമോസൊക്കെയാണ് വന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കാത്തിരുന്ന് കാണാം. നിങ്ങളെല്ലാവരും ബിഗ് ബോസ് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്നെക്കൊണ്ടാകുന്നത് പോലെ ഞാൻ ബിഗ് ബോസിൻ്റെ റിവ്യൂസ് ഇടാൻ ശ്രമിക്കാം. മനുഷ്യൻ്റെ കാര്യമല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കാം.